ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന ചാപ്റ്ററിലെ സാധ്യതാ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേര് ആദേശ രാസപ്രവർത്തനങ്ങൾ. ഇംഗ്ലീഷിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. മീഥെയ്ൻ ക്ലോറിനുമായി ചേർന്ന് നടത്തുന്ന രാസപ്രവർത്തനം ഏതുതരം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്? ആദേശ രാസപ്രവർത്തനം. ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനം ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ്? അഡീഷൻ രാസപ്രവർത്തനങ്ങൾ. ലഘുവായ ഒട്ടേറെ തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനം പോളിമറൈസേഷൻ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പോളിമറൈസേഷൻ നടന്നുണ്ടാകുന്ന രാസവസ്തു പോളിമർ. പോളിമറുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി യോജിക്കുന്ന തന്മാത്ര മോണോമറുകൾ. ക്ലോറോ ഈഥീൻ തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന പോളിമർ PVC. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമർ ടെഫ്ലോൺ. ടെഫ്ലോണിൻ്റെ മോണോമർ ടെട്രാഫ്ലൂറോ ഈഥീൻ. ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ അവ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്ന പ്രവർത്തനം എന്ത്? ജ്വലനം. ജ്വലന പ്രക്രിയ ഒരു ഡേഷ് പ്രവർത്തനമാണ്. താപമോചക പ്രവർത്തനം. തന്മാത്രാ ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ വിഘടിച്ച് തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്ന പ്രവർത്തനം ഡേഷ് എന്നറിയപ്പെടുന്നു. താപീയ വിഘടനം തെർമൽ ക്രാക്കിംഗ്. പ്രൊപ്പൈൻ താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്നത് ഏതെല്ലാം? ഈഥീനും മീഥെയ്നും. മെത്തനോളിൻ്റെ മറ്റൊരു പേര് വുഡ് സ്പിരിറ്റ്. മെത്തനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെ? കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ച്. പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകത്തിന് പറയുന്ന പേര് മൊളാസസ്. ഈസ്റ്റിലുള്ള എൻസൈമുകൾ ഇൻവെർട്ടേസ് സൈമേസ്. മൊളാസസിനെ നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തുമ്പോൾ എന്ത് ലഭിക്കും? ഈഥൈൽ ആൽക്കഹോൾ. വാഷിനെ അംശിക സ്വേദനം നടത്തിയാൽ 95.6% വീര്യമുള്ള എത്തനോൾ അഥവാ ഡേഷ് ലഭിക്കുന്നു. റെക്ടിഫൈഡ് സ്പിരിറ്റ്. മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വ്യാവസായിക ആവശ്യത്തിനുള്ള എത്തനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർത്ത് ലഭിക്കുന്ന ഉൽപ്പന്നം ഡീനേജ്ഡ് സ്പിരിറ്റ്. എത്തനോളിൽ വിഷപദാർത്ഥമായി മെത്തനോൾ ചേർത്താൽ ലഭിക്കുന്ന ഉൽപ്പന്നം മെഥിലേറ്റഡ് സ്പിരിറ്റ്. 99%-ലധികം ശുദ്ധമായ എത്തനോൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതം പവർ ആൽക്കഹോൾ. മെത്തനോയിക് ആസിഡിൻ്റെ സാധാരണ പേര് ഫോമിക് ആസിഡ്. എത്തനോളിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തിയാൽ ഡേഷ് ലഭിക്കും? വിനാഗിരി. മെത്തനോളിനെ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ച് ഡേഷ് വ്യാവസായികമായി നിർമ്മിക്കുന്നു. എത്തനോയിക് ആസിഡ്. ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ ലഭിക്കുന്ന ഉൽപ്പന്നം എസ്റ്റർ. എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലികളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണ് ഡേഷ്. സോപ്പ്. എണ്ണയിൽ ലയിക്കുന്ന സോപ്പിൻ്റെ ഭാഗം നോൺ പോളാർ അഗ്രം. ജലത്തിൽ ലയിക്കുന്ന സോപ്പിൻ്റെ ഭാഗം പോളാർ അഗ്രം. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ അതിൻ്റെ പ്രതലബലം ഡേഷ് ആകുന്നു, കുറയുന്നു. മിക്ക ഡിറ്റർജൻറ്റുകളും ഡേഷ് ആസിഡിൻ്റെ ലവണങ്ങളാണ്. സൾഫോണിക് ആസിഡിൻ്റെ ഡേഷ് ജലത്തിൽ സോപ്പ് നന്നായി പതയുകയില്ല. കഠിന ജലത്തിൽ. അസറ്റിക് ആസിഡിൻ്റെ IUPAC നാമം എത്തനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡിൻ്റെ സാധാരണ നാമം പ്രൊപ്യോണിക് ആസിഡ്. ഏകദേശം 5 മുതൽ 8% വീര്യമുള്ള എത്തനോയിക് ആസിഡ് ആണ് ഡേഷ് എന്നറിയപ്പെടുന്നത്. വിനാഗിരി. എത്തനോളിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഡേഷ് എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തി വിനാഗിരി നിർമ്മിക്കാം. അസറ്റോബാക്ടർ. എത്തനോയിക് ആസിഡ്, എത്തനോൾ എന്നിവ ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ച് ഡേഷ് എന്ന എസ്റ്റർ ഉണ്ടാക്കുന്നു. ഈഥൈൽ എത്തനോയേറ്റ്.
ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം യോജിക്കാനുള്ള കഴിവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാറ്റിനേഷൻ. കരി എന്നർത്ഥമുള്ള കാർബോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡേഷ് എന്ന പേരിന്റെ വരവ്. കാർബൺ. ഹൈഡ്രോ കാർബണുകളിലെ ഹൈഡ്രജൻ മാറി വരുന്ന മറ്റു ആറ്റങ്ങളോ മറ്റു ആറ്റം ഗ്രൂപ്പുകളോ ആണ് സംയുക്തത്തിന്റെ സ്വഭാവം പ്രധാനമായും നിർണ്ണയിക്കുന്നത്. ഇത്തരം ആറ്റങ്ങളും ആറ്റം ഗ്രൂപ്പുകളും ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. കാർബൺ സംയുക്തങ്ങളെ പറ്റിയുള്ള പഠനം. ഓർഗാനിക് കെമിസ്ട്രി. കാർബണിന്റെ അറ്റോമിക നമ്പർ 6. ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന രാസബന്ധനം. ഏകബന്ധനം. ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുന്നത് വഴി രൂപപ്പെടുന്ന രാസബന്ധനങ്ങൾ. സഹസംയോജക ബന്ധനങ്ങൾ. ആറ്റങ്ങൾ തമ്മിൽ 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധനം. ദ്വിബന്ധനം. ആറ്റങ്ങൾ തമ്മിൽ 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധനം. ത്രിബന്ധനം. ഓപ്പൺ ചെയിൻ രൂപത്തിലുള്ള പൂരിത ഹൈഡ്രോ കാർബണുകളെ വിളിക്കുന്ന പേര്. ആൽക്കീനുകൾ. ഒരേ തന്മാത്രാവാക്യമുള്ള 2ഓ അതിലധികമോ സംയുക്തങ്ങൾ അവയുടെ തന്മാത്രയിൽ ആറ്റങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും വ്യത്യാസമുള്ള സംയുക്തങ്ങളായി കാണപ്പെടുന്ന പ്രതിഭാസം. ഐസോമെറിസം. ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണത്തോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളുടെ രൂപാന്തരങ്ങൾക്ക് പറയുന്ന പേര്. അലോട്രോപ്സ്. നിഗൂഢതകൾ നിറഞ്ഞ നിബിഡ വനം എന്ന് ഓർഗാനിക് കെമിസ്ട്രി വിശേഷിപ്പിച്ച രസതന്ത്രജ്ഞൻ. ഫ്രെഡറിക് വോളർ.